أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അഞ്ചാമത്തെ ക്ലാസ്. വൽ ആമുൽ മുഖസ്സസു, തഖ്സീസ് നൽകപ്പെട്ട ആമ്. ഖാലൽ അക്സറു, അധിക പണ്ഡിതന്മാരും പറയുന്നു ഹുജ്ജത്തുൻ, അത് തെളിവാക്കാൻ പറ്റും എന്ന്. മുത്ലഖൻ, ഒരു ഉപാധിയും ഇല്ല. കാരണം ലിസ്തിദ്ലാലി സ്വഹാബത്തി ബിഹി മിൻ ഗൈരി നകീർ, മുഖസ്സസായ ആമ് കൊണ്ട് സ്വഹാബാക്കളെ കാലത്ത് ലക്ഷ്യം പിടിച്ചിട്ടുണ്ട്. ആരും അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരഭിപ്രായം പറയുന്നു, ഇൻ ഖുസ്സബി മുഅയ്യനിൻ, വ്യക്തമായതുകൊണ്ട് ആമിനെ തഖ്സീസാക്കുകയാണ് എങ്കിൽ ഹുജ്ജത്തിന് പറ്റും എന്ന. ഉദാഹരണം നഹ്വ അൻ യുഖാല, പറയപ്പെടും പോലെ, ഉഖ്തുലുൽ മുശ്രിക്കീന ഇല്ലാ അഹ്ല ദിമ്മത്തി എന്ന. മുശ്രിക്കുകളെ നിങ്ങൾ കൊന്നുകളയുക. ഇവിടെ മുശ്രിക്ക് എന്ന് പറയുന്ന ആമാണ്, അതിന് ഖാസുണ്ട്. എന്തുകൊണ്ട് തഖ്സീസാക്കി? ഇല്ല അഹ്ല ദിമ്മ, അതിന്റെ ഫർദിൽപ്പെട്ടതാണ് അഹ്ല ദിമ്മ. ആ അഹ്ല ദിമ്മ എന്നുള്ള മുഅയ്യനാണ്. ഈ മുഅയ്യന് കൊണ്ട് മുശ്രിക്കീൻ എന്ന് പറയുന്ന ആമിനെ തഖ്സീസാക്കി. അപ്പോ ഫഖ്തുലുൽ മുശ്രിക്കീന എന്ന് പറയുന്ന ആമ്, മഖ്സൂസായ ആമ് ഹുജ്ജത്തിന് പറ്റും എന്നാണ്. ബിഖിലാഫിൽ മുബ്ഹമി, വ്യക്തമാവാത്തതിന് നേരെ എതിര്. അപ്പൊ വ്യക്തമാവാത്തത് കൊണ്ടാണ് ആമിനെ തഖ്സീസാക്കിയതെങ്കിൽ അത് ഹുജ്ജത്തിന് പറ്റൂല. ഉദാഹരണം ഇല്ലാ ബഅദഹും, അപ്പൊ ഖുതുലുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ നിങ്ങൾ വധിച്ചു കളയണം. ഇല്ലാ ബഅദഹും, മുശ്രിക്കുകളിൽ നിന്ന് ചിലവരൊഴികെയെന്ന്. ഈ ചിലവർ എന്ന് പറയുമ്പോൾ ആ ബഅദ് തഖ്സീസാണല്ലോ. മുശ്രിക്കീന എന്നതിനെ ബഅദ് കൊണ്ട് തഖ്സീസാക്കിയത് മുബ്ഹമാണ്. മുബ്ഹമായതുകൊണ്ട് തഖ്സീസാക്കിയാൽ ഹുജ്ജത്തിന് പറ്റില്ല എന്നാണ്. എന്താ കാരണം? ഇത് മാമിൻ ഫർദിൻ ഇല്ലാ വയജൂസു അൻ യകൂന ഹുവൽ മുഖ്റജ, ഏതൊരു ഫർദും ആ പുറപ്പെടുവിക്കപ്പെട്ട ഫർദ് അതാവാൻ പറ്റുമല്ലോ. ഏതാണോ പുറപ്പെടുവിക്കപ്പെട്ടതെങ്കിൽ ആ ഫർദ് ഇതായി ആ പുറപ്പെടുവിക്കപ്പെട്ടതാവാൻ പറ്റും. അതുകൊണ്ടാണ് മുബ്ഹമ പറ്റൂല എന്ന് പറയുന്നത്. വ്യക്തമല്ലല്ലോ. അപ്പൊ അതിന് മറുപടി, അതിലെന്താ പ്രയാസം? വജീബ, അതിന് മറുപടി കൊടുക്കപ്പെട്ടു. ബി അന്നഹു യുഅമലു ബിഹി ഇലാ യബ്ഖാ ഫർദുൻ, ഏതൊരു ഫർദാണോ എങ്കിലും ആ ഫർദ് പുറപ്പെടുവിക്കപ്പെട്ടത് അതായിരിക്കാം എന്നല്ലേ മുബ്ഹമാകുമ്പോ. അതിനൊരു ഫർദ് അവശേഷിക്കുന്നത് വരെ ഈ മുബ്ഹം കൊണ്ട് എന്ത് ചെയ്യാം? തഖ്സീസ് നൽകപ്പെട്ട ആമ് കൊണ്ട് പ്രവർത്തിക്കാൻ അതിന് വിരോധമില്ലല്ലോ എന്നാണ്. ഒരു ഫർദ് അവശേഷിക്കുന്നത് വരെ എന്നർത്ഥം. പിന്നെ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊന്നാണ്, അമ്മഖത്തല്ലാഹു കലാമുൽ ആമുദി വഗൈരിഹി, ആമുദി ഇമാമിന്റെയും അല്ലാത്തവരുടെയും കലാമിന്റെ തേട്ടം മിനൽ ഇത്തിഫാഖി അലാ അന്നഹു ഫിൽ മുബ്ഹമി ഗൈറു ഹുജ്ജത്തിൻ എന്ന. മുബ്ഹമായതുകൊണ്ട് തഖ്സീസാക്കിയാൽ ആ മുബ്ഹമിൽ മുഖസ്സസായ ആമ് ഹുജ്ജത്തിന് പറ്റൂല എന്നുള്ള ഇത്തിഫാഖാണ് ആമുദിയുടെയും അല്ലാത്തവരുടെയും കലാമിന്റെ തേട്ടം എന്നത് മദ്ഫൂഉൻ, ശരിയല്ല, തട്ടപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ബിന്നഖിലി ഇബ്നു ബർഹാൻ വഗൈരിഹി, ഇബ്നു ബർഹാന്റെയും അല്ലാത്തവരുടെയും നഖൽ, ഉദ്ധരിക്കൽ കൊണ്ട് തട്ടപ്പെട്ടതാ. എന്താ അവർ ഉദ്ധരിച്ചത്? അൽ ഖിലാഫ ഫീഹി മുബ്ഹമിൽ, മുബ്ഹമ കൊണ്ട് തഖ്സീസാക്കപ്പെട്ട മുഖസ്സസായ ആമിൽ അഭിപ്രായമുണ്ട് എന്ന് നഖൽ ചെയ്തിട്ടുണ്ട്. എന്തോടൊപ്പം തന്നെ മഅ തർജീഹി അന്നഹു ഹുജ്ജത്തുൻ ഫീഹി എന്നാ. ഇബ്നു ബർഹാൻ തർജീഹാക്കിയത് മുബ്ഹമ കൊണ്ട് ഖാസാക്കപ്പെട്ട ഉമൂമ് ഹുജ്ജത്താണ് എന്ന് റാജിയാക്കലോടുകൂടെ തന്നെ ആ മുബ്ഹമിൽ ഖിലാഫുണ്ട് എന്ന് ഉദ്ധരിച്ചപ്പോൾ ആമദിയുടെയും അല്ലാത്തവരുടെയും കലാം ഇത്തിഫാഖാണ്, ഹുജ്ജത്തിന് പറ്റൂല എന്നുള്ളത് തട്ടപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മുഖസ്സസായ
ആമിനെ കുറിച്ചുള്ള ചർച്ച. ഇനി വേറൊരു അഭിപ്രായം നോക്കുക. വക്കീല ഹുജ്ജത്തുൻ ഇൻ ഹുസ്സബി മുത്തസിലിന്ന, മുത്തസിലായതുകൊണ്ട് തഹസീസ് നൽകപ്പെട്ട ആമാണെങ്കിൽ ഹുജ്ജത്തിന് പറ്റും എന്ന അഭിപ്രായം. മുത്തസിൽ ഏതുപോലെയൊക്കെ സിഫത്തി വിശേഷണം പോലെ ആ വിശേഷണം മുത്തസിലായതാണല്ലോ, അങ്ങനത്തത് കൊണ്ട് തഹസീസാക്കുകയാണെങ്കിൽ പറ്റും. ലിമാ തഖദ്ദമ ഈ അൻഹു ഈനഹിദിൻ, മുത്തസില് കൊണ്ട് തഹസീസാക്കുന്ന അവസരത്തിൽ അത് ഹഖീഖത്താണ് എന്ന് മുന്തി പറഞ്ഞു പോയതിന് വേണ്ടി മിൻ അന്നൽ ഉമൂം ബിൻ നദരി ഇലൈഹി ഫഖത്ത്, ആ മുത്തസിലേക്ക് നോക്കൽ കൊണ്ടാണ് ഈ ലഫ്ളിന്റെ ഉമൂമിനെ മനസ്സിലാക്കുക എന്നൊരു കാര്യം മുന്തി പറഞ്ഞു പോയി. അപ്പൊ മുത്തസില് കൊണ്ട് തഖ്സീസ് കിട്ടിയാൽ ഹുജ്ജത്തിന് പറ്റും. ബിഖിലാഫിൽ മുൻഫസിലി, മുൻഫസില് കൊണ്ട് പറ്റില്ല. മുൻഫസില് കൊണ്ടാണ് തഖ്സീസ് കിട്ടിയതെങ്കിൽ ഹുജ്ജത്തിന് പറ്റില്ല എന്നാ. വയജൂസു അൻ യകൂന ഖദ് ഖുസ്സ ബിഹി ഗൈറ മാ ലഹറ ഫയുശക്കു ഫിൽ ബാഖി എന്നാ. അപ്പൊ മുൻഫസില് കൊണ്ട് തഖ്സീസാക്കപ്പെട്ടത് ചിലപ്പോൾ എന്തായി ആവാൻ പറ്റും, ഇവിടെ പ്രകടമായി വെളിവാവാത്തതാവാൻ പറ്റും. ഇവിടെ വെളിവായതുണ്ട്, അതല്ലാത്തതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ബാക്കി ഫർദുകളിൽ സംശയം വരും. അതായത് അതിന്റെ അർത്ഥം എന്താ, മഅനാഹു അന്നൽ ആമല്ലദീ ഖുസ്സ ബി മുൻഫസിൽ, മുൻഫസിൽ കൊണ്ട് തഖ്സീസ് നൽകപ്പെട്ട ആമ്, ഉദാഹരണം ഖുതുൽ മുശ്രിക്കീനാന, മുശ്രിക്കീങ്ങളെ നിങ്ങൾ കൊന്നുകളയുക എന്ന മുശ്രിക്കീൻ എന്ന് പറയുന്ന ആമ്, അതിനെ തഖ്സീസ് നൽകിയത് എന്തുകൊണ്ടാണ്? മുൻഫസിൽ കൊണ്ട്. ഏതാ മുൻഫസിൽ? ലാ തഖ്തുലു അഹ്ല ദിമ്മത്തി, നിങ്ങൾ ദിമ്മത്തിന്റെ അഹലുകാരെ കൊല്ലരുത് എന്ന് മുൻഫസില. ഇങ്ങനത്തെ മുൻഫസിൽ കൊണ്ട് മുശ്രിക്കീൻ എന്ന് പറയുന്ന ആമിനെ തഖ്സീസാക്കിയാൽ ലൈസ ഹുജ്ജത്തൻ, അത് ലക്ഷ്യമല്ല. ബിൽ ബാഖി, മറ്റു ഫർദുകൾ അത് ലക്ഷ്യത്തിന് പറ്റില്ല. എന്തിന്റെ ശേഷം തഖ്സീസി ബി ഹാദൽ മുൻഫസിലി, ഈ മുൻഫസിൽ കൊണ്ട് തഖ്സീസാക്കിയതിന് ശേഷം മറ്റു ഫർദുകളിലേക്ക് ഈ മുഖസ്സസായ ആമ ഹുജ്ജത്തിന് പറ്റില്ല. എന്താ കാരണം? ജവാസിയ യുഖസ്സ ബി മുൻഫസിലിൻ ആഖറ ഗൈറ ഹാദൽ മുൻഫസിൽ ലദി ലഹറ വഹുവ ലാ തഖ്തുലു അഹ്ല ദിമ്മത്തി, ലാ തഖ്തുലു അഹ്ല ദിമ്മത്തി എന്നുള്ളതാണ് ഇവിടെ ലാഹിറായത്. ഈ ലാഹിർ ആയതായ ഈ മുൻഫസിൽ അല്ലാത്ത വേറൊരു മുൻഫസിൽ കൊണ്ട് ഈ ആമിനെ തഖ്സീസാക്കൽ വരുമല്ലോ. അതുകൊണ്ടാണ് മുൻഫസിൽ കൊണ്ട് തഖ്സീസാക്കിയാൽ ആം ഹുജ്ജത്തിന് പറ്റില്ല എന്ന് പറയുന്നത് എന്നർത്ഥം. അത് പറ്റൂല എന്ന് പറഞ്ഞു. ശരി. ഇനി വഖീല പറയപ്പെടുന്നു ഹുവ ഹുജ്ജത്തുൻ ബിൽ ബാഖി, ഈ മുഖസ്സസായ ഹുജ്ജത്താണ് ബാക്കി ഫർദുകളിൽ. എപ്പോ? ഇൻ അംബ അൻകുൽ ഉമൂമു, ആ ബാക്കി ഫർദിനെ തൊട്ട് ഉമൂമ് വിവരം നൽകുന്നുണ്ടെങ്കിൽ. ഉദാഹരണം നോക്കുക. നഹു ഫഖ്തുൽ മുശ്രിക്കീന, നിങ്ങൾ മുശ്രിക്കുകളെ കൊല്ലുക എന്ന ഇവിടെ ഒരു വിധിയുമുണ്ട്. മുശ്രിക്കീൻ എന്ന് പറയുന്നത് ആമായതുമാണല്ലോ. ഫഇന്നഹു യുംബിയുൽ ഹർബി, ഹർബിയായ കാഫിറിനെ കുറിച്ച് മുശ്രിക്കീൻ എന്ന് പറയുന്ന ആമി വിവരം നൽകുന്നുണ്ട്. എന്തുകൊണ്ട്? തബാദുൽ ദിഹ്നിയിലേഹി, മുശ്രിക്ക് എന്ന് പറയുമ്പോൾ ഹർബിയായ കാഫറാണ് എന്നതിലേക്ക് മനസ്സ് വേഗം ഉളരും. ഏതുപോലെയൊക്കെ ദിമ്മിയിൽ മുഖറജി, കൊല്ലണ്ട എന്ന് പറഞ്ഞ ദിമ്മിയായ കാഫറിലേക്ക് മനസ്സ് തബാദുറായതുപോലെ അറബിയായ കാഫറിലേക്കും തബാദുറാവുന്നുണ്ട്. ഇങ്ങനെ മുഖറജായ ദിമ്മിയായ ഫർദുണ്ടല്ലോ, ആ പുറപ്പെടുവിക്കപ്പെട്ടതായിരിക്കുന്ന മുശ്രിക്കിൽപ്പെട്ട ദിമ്മത്തിനെ കൊല്ലണ്ട എന്നല്ലേ? അതിനെ തൊട്ട് വിവരം നൽകുന്നത് പോലെ അറബിയായ കാഫറിനെ കുറിച്ച് മുശ്രിക്കീൻ എന്ന് പറയുന്ന ആമ വിവരം നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ബാക്കി ഫർദുകളിൽ അത് ഹുജ്ജത്താണ് എന്നാണ്. ബിഖിലാഫി മാലാ യുംബിയു അൻകുൽ ഉമൂമു, അതിനെ കുറിച്ച് ഉമൂമ് വിവരം നൽകുന്നില്ല എങ്കിൽ പറ്റൂല. വസാരിഖു വസാരിഖത്തു ഫഖ്തു ഐദിഹുമ എന്ന് ഉദാഹരണം പറയാം. ഇവിടെ മോഷ്ടാവ് ആണായാലും പെണ്ണായാലും രണ്ടാളെ കയ്യ് മുറിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സാരിഖ് സാരിഖത്ത് ഇത് ആമാണല്ലോ. ഫഇന്നഹു ലാ യുംബിയു അനിസ് സാരിഖി ലഖദ് ലിഖദ്രി റുബഇ ദീനാരിൻ ഫസാഇദൻ മിൻ ഹിർസി മിസ്ലിഹി, ദീനാറിനെ അതുപോലത്തെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നാണയത്തിന്റെ 4 ഭാഗമോ അതിൽ കൂടുതലോ
മോഷ്ടിച്ചു എന്നതിനെ കുറിച്ച് വസ്സാരിഖു എന്ന് പറയുന്ന ആമ വിവരം നൽകുന്നില്ലല്ലോ. കമാലായുംബിസാരിഖൽ ആ പുറപ്പെടുവിക്കപ്പെട്ടതായിരിക്കുന്ന കണക്ക് അല്ലാത്തതിന് സാരിക്ക് മോഷ്ടിച്ചു എന്ന് വിവരം നൽകാത്തത് പോലെ ഇതിനും വിവരം നൽകുന്നില്ലല്ലോ. ഇങ്ങനെ നൽകുന്നില്ല എങ്കിൽ ആ മുഖസ്സസായ ആമ പറ്റുകയും ഇല്ല ഹുജ്ജത്തിന് എന്നാണ്. കാരണം ഇതിലായോറപ്പു ഖുസൂസു ഹാദ തഫ്സീരി ഇല്ലാ മിന ശാരിഇ, ഈ പറഞ്ഞ വിശദീകരണം കിട്ടുക എവിടുന്ന് മാത്രമേ ഈ വിശദീകരണ തഖ്സീസ് കിട്ടുക? ഷാരി പറഞ്ഞെങ്കിലേ കിട്ടുകയുള്ളൂ, അല്ലാതെ ആ പദം വിവരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ഇതുപോലത്തതിൽ ബാക്കിയുള്ളതൊക്കെ സംശയമായിട്ട് വരും. എന്ന് പറഞ്ഞാൽ വസാരിഖു വസാരിഖത്തു എന്ന് പറയുന്നത് തഖ്സീസാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഫർദുകളെ കുറിച്ച് എന്തു ചെയ്യുന്നില്ല, അത് വിവരണം നൽകുന്നില്ലല്ലോ. ആ വിവരണം നൽകാത്തത് കൊണ്ട് യുഷക്കുബിഹി ആ ബാക്കിയുള്ളൊരു സംശയമാണ്. അപ്പൊ അതുകൊണ്ടാണ് വിവരണം നൽകാത്തത് പറ്റൂല എന്ന് പറയാൻ കാരണം. വേറൊരു നിബന്ധന വെച്ച് പരിഗണിക്കൽ കൊണ്ട് ഇത് സംശയം വരും. നമ്മൾ ഈ പറഞ്ഞതല്ലാത്ത വേറെ ഏതെങ്കിലും കൈതുകൊണ്ടും ഇതുകൊണ്ട് തഖ്സീസ് നൽകപ്പെടാമല്ലോ, അപ്പൊ സംശയം വരും. അതുകൊണ്ട് അത് പറ്റുകയില്ല. വഖീല പറയപ്പെടുന്നു വഹുജ്ജത്തുൻ ഫി അഖല്ലിൽ ജംഇ സലാസത്തിൻ ഔ ഇത്നൈനി, ഖാസായ മുഖസ്സസായ ഹുജ്ജത്താണ് അഖല്ലുൽ ജമ്മിൽ എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 2. എന്താ കാരണം? അന്നകുൽ മുത്തയഖിൻ, അത് ഉറപ്പാണല്ലോ. വമാ അദാഹു മസ്കൂകും ഫീഹി, ഉറപ്പ് അല്ലാത്തതിൽ സംശയമാണ് താനും. 2 3 ആണെങ്കിൽ ഉറപ്പായി, അതല്ലാത്തതിൽ എന്തായെന്നറിയാമോ സംശയം വരും. അപ്പോ അഖല്ലുൽ ജമ്മിൽ ഹുജ്ജത്താണ് എന്ന് വെക്കാം. ലിഹിത്തിമാലി അൻ യകൂന ഖദ് ഖുസ്സ, എന്താ കാരണം? അതിന് തഖ്സീസ് നൽകപ്പെട്ടത് ആവാൻ ഹിത്തിമാലുണ്ട്. വഹാദായി പറഞ്ഞത് മബ്നിയുൻ അലാ ഖൗലിൻ ഖദ് തഖദ്ദമ, മുമ്പ് പറഞ്ഞൊരു അഭിപ്രായം അനുസരിച്ച. എന്താ മുമ്പ് പറഞ്ഞത്? അന്നഹു ലാ യജൂസു തഖ്സീസു ഇലാ അഖല്ലി മിൻ അഖല്ലിൽ ജംഇ മുത്ലഖൻ, അഖല്ലുൽ ജമ്മിനേക്കാൾ അഖല്ലിലേക്ക് ഒരു നിലക്കും എന്ത് ചെയ്യാൻ പാടില്ല, തഖ്സീസ് പറ്റൂല എന്ന് മുന്തി പറഞ്ഞു പോയിട്ടുണ്ട്. ആ അഭിപ്രായം എടുത്തുകൊണ്ടാണ് അഖല്ലുൽ ജമ്മ് 3 or 2 അതിനേക്കാൾ എന്ത് പറ്റൂല, ചുരുങ്ങിയാൽ പറ്റൂല, ഇത് പറ്റും എന്ന് പറയാൻ കാരണം. വക്കീല മറ്റൊരു അഭിപ്രായം പറയട്ടെ, ഒരു ഹുജ്ജത്തി മുത്ലഖൻ, ആം ജമ്മായാലും മുഫറദായ എന്തായാലും വേണ്ടില്ല, ഹുജ്ജത്തിന് പറ്റൂല എന്നാണ് അഖീലക്കാര് പറയുന്നത്. എന്താ കാരണം? ലിഅന്നഹു ലിഇഹ്തിമാലി അൻ യകൂന ഖദ് ഖുസ്സ ബിഗൈരി മാ ളഹറ, തഖ്സീസാക്കാൻ പറ്റുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത്തരം കാര്യങ്ങൾ ഇവിടെ വ്യക്തമായതാണ്. അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഈ ആമിനെ തഖ്സീസാക്കിയതാവാൻ പറ്റും. അപ്പോൾ ബുദ്ധിമുട്ടാണ്. യുശക്കു ഫീമാ യുറാദു മിന്നു, അപ്പൊ ആ തഖ്സീസിനാൽ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയം വരും. ഇതുകൊണ്ടല്ല മറ്റൊന്നുകൊണ്ടല്ലേ വരുള്ളൂ. ഫലാ യതബയ്യനു ഇല്ലാ ബിഖരീനത്തിൻ, ആ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാവണമെങ്കിൽ ഖരീനത്ത് വേണം, അതുമായി അറിയിക്കുന്ന വല്ലതും വേണം, ഇല്ലാതെ കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഇഹ്തിമാല് വരുമ്പോൾ ഹുജ്ജത്തിന് പറ്റില്ല എന്നാണ് ഈ ഖീലക്കാര് പറയുന്നത്. ഇവിടെ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മുസന്നിഫ് അവറുകൾ പറയുന്നു, വൽ ഖിലാഫു, ഈ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും വന്നത് ഇല്ലം നഖുൻ ഇന്നഹു ഹഖീഖത്തുൻ, മുഖസ്സസായ ആമി ഹഖീഖത്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലാണ് ഖിലാഫ്. ഫൈൻ ഖുൽനാ ദാലിക യുഹ്തജ്ജ ബിഹി സജ്മാ, അല്ല ഹഖീഖത്താണ് മുഖസ്സസായ ആമി എന്ന് നമ്മൾ പറയുകയാണ് എങ്കിൽ അതുകൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റും, അതിൽ തർക്കമില്ല. ഹഖീഖത്താണ് അല്ല, ഹഖീഖത്താണെന്ന് പറഞ്ഞാൽ തർക്കമില്ല. ഹഖീഖത്ത് ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലാണ് തർക്കം. അതുകൊണ്ടാണ് ഇത്രയും അഭിപ്രായങ്ങൾ വന്നത്. അപ്പൊ വിലപ്പെട്ട അഭിപ്രായം എന്താണ്? മുത്തലഖ് നിലക്ക് മുഖസ്സസായ ഹുജ്ജത്തിന് പറ്റും എന്നുള്ളതാണ്. മറ്റുള്ള അഭിപ്രായക്കാരൊക്കെ അതിന് നിബന്ധനകളും ഷർത്തുകളും വെച്ചുകൊണ്ടാണ്. ആ ഷർത്തും നിബന്ധനയൊന്നും ഈ അക്ദർ പറഞ്ഞിന് ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇവിടെ തൽക്കാലം ഈ 5ാമത്തെ ജമ്മിന്റെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് ഖൈറായി സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യട്ടെ.
നല്ല രൂപത്തിൽ പഠിക്കുവാനും ഉപകാരമായ രീതിയിൽ ചിന്തിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയ്യത്തോടെ